ഇത് സന്തോഷത്തിന്റെ കണ്ണുനീരാണ്. നഷ്ടപ്പെട്ടു പോയത് തിരികെ കിട്ടിയതിന്റെ സന്തോഷം. കാഞ്ഞിരപ്പള്ളി ഹിന്ദുസ്ഥാൻ കോളേജ് ഓഫ് ഫാർമസിയിലെ 3ാം വർഷ ബിഫാം വിദ്യാർത്ഥിനിയാണ് സ്നേഹമോൾ. 2ാം വർഷത്തെ ഫീസ് അടയ്ക്കണമെന്ന് സ്നേഹ വീട്ടിൽ പറയാൻ തുടങ്ങിയിട്ട് കാലം കുറേയായി. എന്നാൽ മുണ്ടക്കയം ടൗണിലെ ഓട്ടോറിക്ഷ ഡ്രൈവറായ പിതാവ് സോമന് ഫീസ് അടയ്ക്കാൻ കഴിഞ്ഞില്ല. ഒടുവിൽ മറ്റു വഴികളൊന്നുമില്ലാതെ വന്നപ്പോൾ ആരോടും പറയാതെ സോമൻ തന്റെ ഓട്ടോറിക്ഷ സുഹൃത്തിന് വിറ്റു. 1,30,000 രൂപയ്ക്ക്. ഫീസ് അടയ്ക്കാൻ വേണ്ടിയാണ് വിറ്റത്. ആ സാഹചര്യത്തിൽ ആ വണ്ടി ഇതിനെ കൂലിക്ക് ഓടിക്കാൻ വണ്ടി 1,00,000 എന്നാ വിറ്റത്. അത് ഞാനിപ്പോൾ കൂലിക്ക് ഓടിക്കുമ്പോൾ അവർക്ക് റെൻറ്റിന് ഡെയിലി 300 രൂപ വെച്ച് കൊടുക്കണമായിരുന്നു. എന്നാൽ ആരോടും പറയാതെ സോമൻ ഉള്ളിലൊതുക്കിയ ആ സങ്കടം കോളേജ് മാനേജ്മെന്റിന്റെ ചെവിയിലെത്തി. സുഹൃത്തിന് വിറ്റ ഓട്ടോറിക്ഷ കോളേജ് മാനേജ്മെന്റ് പണം കൊടുത്തു വാങ്ങി. സോമന് തിരികെ നൽകി. കണ്ടുനിന്ന മകൾ കണ്ണീർ പൊഴിച്ചു. കുട്ടി കഴിഞ്ഞ മാസം ഫീസ് അടച്ചു. ഫീസ് അടച്ചത് എങ്ങനെയാണെന്ന് നമുക്കറിയത്തില്ല. കഴിഞ്ഞ ദിവസമാണ് നമ്മൾ അറിഞ്ഞത് അവരുടെ പിതാവിന് ഏക വരുമാനമായിട്ടുണ്ടായിരുന്ന ഓട്ടോ വിറ്റിട്ടാണ് ഫീസ് അടച്ചത്. അപ്പോൾ അത് മാനേജ്മെൻറ്റ് അത് അറിയുകയും അതിനുശേഷം വിറ്റ ആൾക്ക് ആ പൈസ തിരികെ നൽകുകയും ചെയ്തു. ഓട്ടോ തിരിച്ചിട്ട് വന്നു. തിരിച്ചിട്ടിപ്പോൾ വലിയ സന്തോഷമായി. ഇപ്പോൾ കൊടുത്ത റെൻറ്റും കൂടി നമുക്ക് കാര്യം നടക്കുമല്ലോ. അതൊരു വളരെ ഉപകാരമായി. ചെയ്തു തന്നെ ഭയങ്കര നന്ദിയല്ലേ. ഈ കാലത്ത് അങ്ങനെ ചെയ്യാൻ ആരുമില്ല. അടുത്ത 2 വർഷത്തെ ഫീസും കോളേജ് സ്നേഹയ്ക്ക് സൗജന്യമായി നൽകി. ഔദാര്യമല്ല, സ്നേഹമാണ്, മനുഷ്യത്വമാണ്. നഷ്ടപ്പെട്ടു പോയ ഓട്ടോറിക്ഷ തിരികെ കിട്ടി. ഇനി സ്നേഹയ്ക്കും പിതാവിനും പുതിയ യാത്രയാണ്. ജോബിൻ തേക്കടിക്കൊപ്പം ഷിനോദോസ്റ്റി, മാതൃഭൂമി ന്യൂസ്, കോട്ടയം.